CMI സ്കൂളുകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിൽ ഒരു പുതിയ കൾച്ചർ നൽകുവാൻ സാധിച്ചിട്ടുള്ള ആളാണ് ജോൺ അച്ഛൻ എന്ന് പറയുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ വിദ്യാഭ്യാസത്തെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം പ്രവർത്തിച്ച സ്കൂളുകളിൽ ഇദ്ദേഹം തുടങ്ങി വെച്ച ഒരു കാര്യം സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും സ്റ്റേജിൽ കയറ്റുക എന്നുള്ളതാണ്. അത് ദേവഗിരി പബ്ലിക് സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. എൻ്റെ മോളും ദേവഗിരി പബ്ലിക് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇളയ മോൾ, എനിക്ക് 3 പെൺകുട്ടികളാണ്. അതിലേറ്റവും ഇളയാൾ ദേവഗിരി പബ്ലിക് സ്കൂൾ സ്റ്റുഡൻ്റാണ്. മുഴുവൻ കുട്ടികളെയും സ്റ്റേജിൽ കയറ്റുക. ഈ സ്റ്റേജിൽ കയറുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അത് വലിയൊരു കാര്യമാണ്. സ്റ്റേജിൽ കയറി ഓഡിയൻസിനെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ വാസ്തവത്തിലൊരു പബ്ലിക് സ്പീച്ചിന് സ്റ്റേജിൽ നിൽക്കുന്നത് ഏകദേശം 40 വയസ്സുള്ളപ്പോഴാണ്. ദേവഗിരി പള്ളിയിലാണ് ഞാൻ നിന്നത്. എനിക്ക് സത്യമായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ 10, 13 അല്ലെങ്കിൽ 10, 15 വർഷം പഠിപ്പിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ 17 വർഷം പഠിപ്പിച്ചതിന് ശേഷമാണ് ഒരു പബ്ലിക് സ്പീച്ചിന് വേണ്ടി ഒരു സ്റ്റേജിൽ വന്ന് നിന്നത്. ആ സമയത്ത് ആദ്യത്തെ സ്പീച്ചിന് നിൽക്കുമ്പോൾ എന്നെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആൾക്കാരത് കണ്ടില്ല. കാരണം ഈ വിറതാങ്ങിന്ന് നമ്മൾ വിളിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ കണ്ടില്ല. അപ്പം ഞാൻ സ്പീച്ച് കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു, നല്ല സ്പീച്ചായിരുന്നു, സാറിൻ്റെ ശബ്ദം കേട്ടാൽ പ്രേം നസീറിൻ്റെ ശബ്ദം പോലെയുണ്ട്. സത്യത്തിൽ എൻ്റെ ശബ്ദം ഇങ്ങനെയാണ്, പ്രേം നസീറിൻ്റെത് പോലെയല്ല. അതങ്ങനെ ആയിപ്പോയത് വിറച്ചിട്ടാണ്. അത് കണ്ടവർക്ക് മനസ്സിലായില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റേജിൽ നിൽക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ വളർച്ചയിൽ, ഒരു പേഴ്സണാലിറ്റിയുടെ വളർച്ചയിൽ, വ്യക്തിത്വത്തിൻ്റെ വളർച്ചയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ്. ആ സ്റ്റേജിലേക്ക് മുഴുവൻ കുട്ടികളെയും കടത്തിവിടുക എന്നുള്ള ഒരു കൾച്ചർ CMI വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയത് ജോൺ അച്ഛനാണ്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ ജൂൺ 1 എന്ന് പറയുന്നത് വാസ്തവത്തിൽ പുതുവർഷപ്പിറവിയാണ്. ഇന്ന് ജൂൺ 2 ആണ്. ജൂൺ മാസം 1-ാം തീയതിയാണ് സാധാരണ നമ്മളൊക്കെ സ്കൂളിൽ പോകുക. ഞങ്ങൾക്കൊക്കെ ജൂൺ 1 ഉണ്ടായിരുന്നു. അന്നൊക്കെ സ്കൂൾ തുറക്കാൻ വേണ്ടി കാത്തിരിക്കും മഴ. കുട്ടികൾക്ക് ഇപ്പോഴും, പ്രകൃതിക്ക് ഇപ്പോഴും കുട്ടികളെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ മഴ പോണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നിട്ട് ഇന്ന് മഴ അങ്ങോട്ട് മാറി നിന്നത്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ മഴ അങ്ങോട്ട് മാറി നിന്നു. അല്ലെങ്കിൽ സാധാരണ നമ്മൾ വേനൽ കൊണ്ടും അടുത്തിട്ട് ഒരു മഴ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് സ്കൂൾ തുറക്കുക. സ്കൂളിലേക്ക് കുട്ടികൾ ഇറങ്ങിയ ഉടനെ മഴ തുടങ്ങും. അതെല്ലാ വർഷവും കാലാവസ്ഥ അങ്ങനെയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ മഴ കൊണ്ടും മടുത്തിട്ട് മഴയോടൊന്ന് മാറി നിൽക്കണമെന്ന് പറയുന്ന സമയത്താണ് ഈ ചെറിയ കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് മഴ അങ്ങോട്ട് മാറി നിന്നത്. ഇപ്പോൾ 1-ാം തീയതി നമ്മൾ 2 മാസം ഇപ്പോൾ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ പറ്റും. പക്ഷേ ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് അത് പറ്റില്ല. 2 മാസം കഴിഞ്ഞ് സുഹൃത്തുക്കളെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? അപ്പോൾ മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടുപ്പൊക്കെ നോക്കും. അവൻ എന്ത് ഉടുപ്പായിട്ടിരിക്കണേ, കൊടയുടെ പിടി എങ്ങനെയുണ്ട്, പുതിയ കൊടയൊക്കെ ഉണ്ടാവും, അപ്പം അതിൻ്റെ പിടി എങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ നോക്കുന്ന ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങളും എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്തൊക്കെ വ്യത്യാസമുണ്ടോ? വളരെ സന്തോഷകരമായൊരു ദിവസം. ഇതിൽ കുറച്ച് പേർക്കെങ്കിലും അച്ഛനെയും അമ്മേനെയും കൂട്ടി ഇന്ന് സ്കൂളിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 1-ാം ക്ലാസ്സിലെ ചെറിയ കുഞ്ഞുങ്ങൾ അച്ഛനെയും അമ്മയും കൂട്ടിയാണ് ഇന്ന് സ്കൂളിലേക്ക് വന്നത്. ഈ ലോകത്തിൻ്റെ വലിയ ലോകത്തിലേക്ക് ഒരു ചെറിയ വാതിലിലൂടെ ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ പ്രവേശിപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ട് 10-80 കൊല്ലം ചവിട്ടി നടക്കേണ്ട ഈ ലോകത്തിലേക്ക് ഈ 1-ാം ക്ലാസ്സിൻ്റെ വാതിലിലൂടെ പതിയെ ഈ കുഞ്ഞുങ്ങൾ പ്രവേശിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അങ്ങനത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നു. നമ്മളുമൊക്കെ നമ്മളുടെ മാതാപിതാക്കളുടെ, ഇവിടെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നവരായാലും അതിന് മേലോട്ട് പഠിക്കുന്നവരായാലും മാതാപിതാക്കളായാലും എല്ലാവരും ഒരു ജൂൺ മാസം 1-ാം തീയതി അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ പിടിച്ച് ആദ്യം സ്കൂളിലേക്ക് പോയൊരു ദിവസമുണ്ട്. ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് വളർത്തി അതിനെ കൊതുക് കടിക്കണ്ടോ ഉറുമ്പ് കടിക്കണ്ടോ എന്നൊക്കെ നോക്കി വളരെ ശ്രദ്ധയോടെ വളർത്തി എൻ്റെ വീട്ടിലൊരു ചെറിയ കുഞ്ഞുണ്ട്, എൻ്റെ മോളുടെ മകൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി അവൻ 2 പ്രാവശ്യം ഛർദ്ദിച്ചു. ഇപ്പോൾ 2 തവണ ഏറ്റ് കഴുകി വാഷ് ചെയ്ത് അവൻ്റെ അമ്മ അതിനെ ശ്രദ്ധിക്കുന്നു. അവളെ ഞങ്ങളതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളിവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങളെയും അതുപോലെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു വളർത്തി ഒരു 1-ാം ക്ലാസ്സിൻ്റെ വാതിൽ കടത്തി വിട്ടതാണ്. നമ്മളുടെ ബാല്യകാലം നമുക്ക് ഓർക്കാം, നന്ദിയോടെ ഓർക്കാം. അങ്ങനെ 1-ാം ക്ലാസ് മുതൽ ഇങ്ങനെ നമ്മൾ വളർന്ന് വരുമ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ പുറകിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളുടെ വളർച്ച വളരെ കൂലങ്കഷമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളത് കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ കാണാതെ ഇങ്ങനെ വളർന്ന് പോകുമ്പോഴും മാതാപിതാക്കളുടെ കണ്ണുകൾ നിരന്തരമായി നമ്മളുടെ പിന്നിലുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ അവരുടെ കണ്ണ് വെട്ടിച്ച് ചില വഴികളിലേക്ക് സഞ്ചരിച്ചവരുണ്ടാവാം. കണ്ണ് വെട്ടിച്ച് സഞ്ചരിച്ചവർ ചിലപ്പോൾ കുഴികളിൽ വീണിട്ടുണ്ടാവാം. എന്തായാലും
വളർച്ചയുടെ പുറകിൽ മാതാപിതാക്കളുണ്ട് എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ വളരെ വലിയ വ്യക്തികളാവേണ്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവർ. അവർ ഈ പ്രകാശത്തിൻ്റെ വാതിൽ കിടന്ന് പുറത്തേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ജീവിതം എന്നത് എന്താണ്, വിദ്യാഭ്യാസം എന്താണ്? അച്ഛൻ കഴിഞ്ഞ് ആദ്യം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങിയത്, എന്താണ് വിദ്യാഭ്യാസം? വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും മൈക്കലാഞ്ചലോയെ ഓർത്തുകൊണ്ടൊരു കഥ പറയാറുണ്ട്. ഒരു മൈക്കലാഞ്ചലോ നമുക്കറിയാം, ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്, ചിത്രങ്ങളും വരയ്ക്കും. എങ്കിലും അദ്ദേഹം ഒരു ശില്പി എന്ന നിലയിലാണ് കൂടുതൽ പ്രശസ്തനായിട്ടുള്ളത്. അദ്ദേഹം ഒരിക്കലൊരു മാർബിളിൻ്റെ കല്ലെടുത്ത് അതിൻ്റെ മുകളിൽ കൊത്തി ഒരു ശില്പമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തെ സമീപിച്ചു, നിങ്ങൾ എന്താണ് ഇതിൻ്റെ മുകളിൽ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്തുതരം ശില്പമാണ് ഇതിൽ നിന്നുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ മൈക്കലാഞ്ചലോ പറഞ്ഞു, ഈ മാർബിൾ കല്ലിൻ്റെ ഉള്ളിൽ, കല്ലെന്ന് പറഞ്ഞൊരു വലിയ കല്ലാണ്, ഒരു സ്ക്വയർ ഷേപ്പുള്ള വലിയ കല്ലെന്ന് വിചാരിച്ചാൽ മതി, ഒരാളിനെ കഴിഞ്ഞപ്പോൾ ഉയരമുള്ളൊരു വലിയ കല്ലെന്ന് വിചാരിക്കുക. മൈക്കലാഞ്ചലോ പറഞ്ഞു, ഈ കല്ലിനകത്ത് ഒരു മാലാഖ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ആ മാലാഖയെ പുറത്തു കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മൈക്കലാഞ്ചലോ പറഞ്ഞത് എന്താണ്? ഒരു മാലാഖയുടെ ശില്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ശില്പിയായതുകൊണ്ടും സാഹിത്യകാരനായതുകൊണ്ടും കലാകാരനായതുകൊണ്ടും ഒരു കലയുടെ ഭാഷ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഈ കല്ലിനകത്ത് ഒരു മാലാഖ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ഈ മാലാഖയെ ഞാൻ പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഉളി ഉപയോഗിച്ച് ആ കല്ലിൻ്റെ മുകളിലുള്ള കുറേ ഭാഗങ്ങൾ കൊത്തി 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 കളഞ്ഞ് ഒരു 1-2 മാസത്തെ കഠിനമായ അധ്വാനത്തിൻ്റെ അവസാനത്തിൽ ആ കല്ലിൽ നിന്ന് ഒരു മാലാഖ ഇങ്ങനെ വിരിഞ്ഞു വരികയാണ്. ഒരു ക്രൂഡായ മനുഷ്യനിൽ നിന്ന്, മനുഷ്യനൊരു സോഷ്യൽ ആനിമലാണ് എന്നാണ് ഡെഫിനിഷൻ, ഒരു ക്രൂഡായ മനുഷ്യനിൽ നിന്ന് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, സംസ്കൃതചിത്തനായിട്ടുള്ള, അറിവുള്ള ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്ന ആ പ്രോസസ്സിൻ്റെ പേരാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. ഒരു കല്ലിൽ നിന്ന് ഒരു ശില്പത്തെ സൃഷ്ടിച്ചെടുക്കുന്നത് പോലെ ഒരു ക്രൂഡായ മനുഷ്യനിൽ നിന്ന് മാലാഖയെപ്പോലെ മനോഹരമായ പ്രകാശിക്കുന്ന ഒരു രൂപത്തെ പുറത്തേക്കെടുക്കുന്ന ആ പ്രോസസ്സിൻ്റെ പേരാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിൽ നമ്മളെ മാതാപിതാക്കൾ സഹായിക്കും, അധ്യാപകർ സഹായിക്കും, സമൂഹം സഹായിക്കും, എല്ലാം സഹായിക്കും, രാജ്യമൊക്കെ നമ്മളുടെ കൂടെ നിൽക്കും. പക്ഷെ ആത്യന്തികമായി നമ്മൾ എന്തായി തീരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കുക, ഇന്ന് ഈ ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ കാലമാണ്. നമ്മളുടെ വീട്ടിലെ അമ്മമാർ പോലും ഭക്ഷണം ഉണ്ടാക്കുന്നത് യൂട്യൂബ് നോക്കിയിട്ടാണ്. ഒരു കറി എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു കറി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, ഇതൊക്കെ യൂട്യൂബ് നോക്കി പരീക്ഷിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളായിട്ടുള്ള വിചാരിക്കുക, നിങ്ങൾ ഒരു ദിവസം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ലാതെ ബോറടിച്ചു. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് കുക്കിംഗ് പരീക്ഷിച്ചേക്കാം, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചു എന്ന് വിചാരിക്കുക. കുറച്ച് ദിവസം മുൻപ് നമ്മളൊരു വീട്ടിൽ പോയ സമയത്ത് കഴിച്ച രുചിയുള്ളൊരു കേക്ക് നമ്മളുടെ ഓർമ്മയിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. ഒരു നമ്മൾ വേഗം ഇന്നൊരു കേക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ, വീട്ടിലാണെങ്കിൽ ഓവണൊക്കെ ഉണ്ട്, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് വിചാരിച്ച് നമ്മൾ യൂട്യൂബ് എടുത്ത് ഒന്ന് സെർച്ച് ചെയ്തു എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് കണ്ടു കുറച്ച് മാവ് വേണം, മൈദമാവ് വേണം, മുട്ട വേണം, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് ഒരു ശ്രമം എന്ന നിലയ്ക്ക് മാവെടുത്ത് മുട്ടയൊക്കെ ചേർത്ത് കുറേ നേരം കുഴച്ച് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഇതിന് വരാൻ തുടങ്ങി. പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് കുഴയ്ക്കുന്നത്, ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് തന്നെ തോന്നി, കൊള്ളാമല്ലോ, ഞാൻ അത്ര മോശമില്ലാത്തൊരു കുക്കാണ് നമുക്ക് തോന്നി തുടങ്ങി. അവസാനം നമ്മളത് കേക്ക് ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു പാത്രത്തിനകത്ത് വെച്ച് ഓവണിനകത്ത് വെച്ച് ചൂടാക്കി 1/2 മണിക്കൂർ ബേക്ക് ചെയ്യണം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ 1/2 മണിക്കൂർ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടു എത്ര ഡിഗ്രിയാണോ ഡിഗ്രി സെറ്റ് ചെയ്തു, എന്നിട്ട് മാറി നിന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കി, എന്തൊരു മണമാണ്, വളരെ വെരി സ്വീറ്റ് സ്മെൽ. നമ്മളത് പുറത്തെടുത്തപ്പോൾ യൂട്യൂബിൽ കണ്ടിരുന്നു ഐസിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ അതും നോക്കി മനസ്സിലാക്കി. പെട്ടെന്ന് ഓർഡർ ചെയ്ത് കുറച്ച് ഐസിങ്ങിനുള്ള സാധനങ്ങൾ വരുത്തി നമുക്ക് ഐസിങ് ഒക്കെ ചെയ്ത് അതിനെ ഒരു മനോഹരമായ കേക്കാക്കി മാറ്റി. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മേശ വൃത്തിയാക്കി ഒരു ഷീറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ വീട്ടിൽ ഏറ്റവും നല്ല പാത്രം എടുത്ത് വെച്ച് ആ കേക്ക് അതിനകത്ത് എടുത്ത് വെച്ചു. എന്നിട്ട് മുറിച്ച് തിന്നാൻ വേണ്ടി വീട്ടിലെ ഏറ്റവും നല്ല കത്തി നല്ല നീറ്റാക്കി തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ സൈഡിൽ വെച്ചു. കഴിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കഴിക്കണ്ടേ, പിന്നെ കഴിക്കാൻ വേണ്ടി വെച്ചു. നല്ല മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, കാണാൻ നല്ല കേക്കാണ്. നമ്മൾ അതിൻ്റെ മുകളിൽ മുറിക്കാൻ വേണ്ടി കത്തി വെച്ചപ്പോഴാണ് ടിങ് ഉറച്ചു കേട്ടു.
ഒരു ശബ്ദം, ആരോ ബെല്ലടിച്ചു. ശരി, ഒന്ന് നോക്കിയിട്ട് വന്ന് കഴിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഓടിപ്പോയി കതക് തുറന്നു നോക്കി. കതക് തുറന്നു നോക്കിയപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളാണ്, 5-6 പേരുണ്ട്, നമ്മളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ പറഞ്ഞു, എടോ ഞങ്ങൾ താഴെ നമ്മളുടെ കൂടെ പഠിക്കുന്ന വിപിനില്ലേ, ആ വിപിൻ്റെ വീട്ടിൽ അവനെ കാണാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അവനോട് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവനോട് പറയാതാണ് ഞങ്ങൾ പോയത്. വീട് കണ്ടുപിടിക്കാൻ കുറേ കഷ്ടപ്പെട്ടു, കുറേ സ്ഥലത്ത് തപ്പിയിട്ടാണ്, ആകെ മടുത്തുപോയി. പക്ഷെ മടുത്തവിടെ ചെന്നപ്പോൾ അവരവിടെ ഇല്ല. ഇന്ന് രാവിലെ അവരെല്ലാവരോടും ഗുരുവായൂർ പോയതാണ്. അപ്പോഴാണ് ഇവൻ പറഞ്ഞത്, നിന്റെ വീട് ഇവിടെ അടുത്താണ്, വെറുതെ ഇവനെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നിന്റെ വീട്ടിൽ വന്നതാണ്, ആകെ മടുത്തു, വേഗം ഒന്ന് പോയാൽ മതി, നിന്നെ ഒന്ന് കണ്ടു പോകണമെന്ന് വിചാരിച്ച് വന്നതാണ് എന്ന് പറഞ്ഞ് അവർ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അവർ നിങ്ങളെ കണ്ടു പോകാൻ വന്നതാണ്. നിങ്ങൾക്കിവിടെ 2 ഓപ്ഷനുണ്ട്. നിങ്ങളുടെ കേക്ക് റെഡിയായിട്ട് മേശപ്പുറത്തോടെ ഇരിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ മുറിച്ച് കഴിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി കൂട്ടി വിളിച്ച് അകത്ത് കൊണ്ടുവന്ന് അത് 6-7 കഷ്ണങ്ങളാക്കി വിഭജിച്ച് അതിൽ നിന്ന് ഒരു കഷ്ണം നിങ്ങൾ കഴിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഓരോ കഷ്ണം കൊടുത്ത് അവസാനം അതിൽ നിന്ന് ചെറിയ ഒരു കഷ്ണം കഴിക്കാം. ഇങ്ങനെ 2 ഓപ്ഷനുണ്ട്. ഇതിലേതാണ് നല്ല ഓപ്ഷൻ? തന്നെ കഴിക്കുന്നതാണോ അതോ നമ്മളുടെ കൂട്ടുകാർക്ക് കൂടി വീതം വെച്ച് കൊടുത്തിട്ട് കഴിക്കുന്നതാണോ? ഏതോ നല്ലത്? കൂട്ടുകാർക്ക് കൊടുത്തിട്ട് കഴിക്കുന്നതാണ് നല്ലതല്ലേ? ഇപ്പൊ നമ്മളുടെ കുറച്ച് പേര് തന്നെ തിന്നാനിരിക്കുന്നവരുണ്ട് കേട്ടോ, ബാക്കിയുള്ളവർ കൂട്ടുകാർക്ക് കൊടുത്തിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ നമ്മളുടെ കൂട്ടുകാർക്ക് കൂടി കൊടുത്തിട്ട് അത് കഴിക്കുമ്പോഴാണ് നമുക്കത് തൃപ്തി തരുക. തന്നെത്താൻ അത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അയ്യോ ഇതെല്ലാം തിന്നു പറഞ്ഞ് വയറും തിരുമ്മി ഏമ്പക്കം വിട്ട് പുളിച്ച് തികട്ടി നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. നേരെ മറിച്ച് നമ്മളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അത് വീതം വെച്ച് കൊടുത്ത് കഴിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അതിൻ്റെ പേരാണ് തൃപ്തി. ജീവിതം തൃപ്തികരമാവുന്നത് അത് വിഭജിക്കുമ്പോഴാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അപ്പമായി മാറുമ്പോഴാണ് ജീവിതം തൃപ്തികരമാവുന്നതും ഫ്രൂട്ട്ഫുൾ ആവുന്നതും. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഗുരു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ അപ്പമായി മാറുക എന്നുള്ളത്. മറ്റുള്ളവർക്കായി നിങ്ങൾ സ്വയം വ്യയം ചെയ്യുക. അങ്ങനെ മറ്റുള്ളവർക്കായി നിങ്ങൾ വ്യയം ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് ജീവിതത്തിൽ തൃപ്തി ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രവർത്തിച്ച് അവർ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് കാണുമ്പോഴാണ്, വഴിയരികിൽ കിടക്കുന്നവന് കൈ കൊടുത്ത് അവനെ ഉയർത്തി അവൻ രക്ഷപ്പെടുന്നത് കാണുമ്പോഴാണ് ജീവിതത്തിന് ലഹരി ഉണ്ടാവുന്നത്. അല്ലാതെ ജീവിതത്തിൽ ലഹരി ഉണ്ടാവുന്നത് കഞ്ചാവ് അടിക്കുമ്പോഴല്ല, അല്ലെങ്കിൽ ശാരീരിക സുഖങ്ങൾ അന്വേഷിച്ച് പോകുമ്പോഴല്ല, അല്ലെങ്കിൽ അടിച്ചു പൊളിക്കുമ്പോഴല്ല. ജീവിതത്തിന് ലഹരി ഉണ്ടാവുന്നത് ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുമ്പോഴാണ്. നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന നമ്മളുടെ പാരൻസിന് മുൻപിൽ നമ്മൾ വിജയിച്ച് കാണിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ജീവിതത്തിൽ ഒരു പങ്ക് നമ്മൾ മാറ്റിവെക്കുമ്പോൾ, നമ്മളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെറുതായി നമ്മളുടെ സമയം മാറ്റിവെക്കുമ്പോൾ, നമ്മളുടെ സമൂഹത്തിന് വേണ്ടിയും നമ്മളുടെ സേവന മേഖലകൾക്ക് വേണ്ടിയും നമ്മൾ സമയം മാറ്റിവെക്കുമ്പോൾ, അങ്ങനെ നമ്മൾ നമ്മളുടെ ജീവിതത്തെ കുറേശ്ശെയായി കേക്ക് മുറിക്കുന്നത് പോലെ പകുത്ത് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ചെറിയൊരു പങ്ക് മാത്രം നമ്മൾ ആസ്വദിക്കും. അങ്ങനെയാണ് ജീവിതത്തിന് തൃപ്തി ഉണ്ടാവുന്നത്, അങ്ങനെയാണ് ജീവിതത്തിൽ ലഹരി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ പ്രകാശമായി മാറും. പ്രകാശം എന്നുള്ളത് മറ്റുള്ളവർക്ക് വഴി തുറക്കാനുള്ളതാണ്. ഇന്ന് സെൽഫിയുടെ കാലമാണ്. നമ്മൾ ഓർക്കണം, നമുക്ക് 2 കണ്ണ് തന്നിട്ടുണ്ട്. ലോകം ഒരുപാട് കാലം കൊണ്ട് വളർന്നാണ് ഇവിടെ എത്തിയത്. മനുഷ്യൻ സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് 10,000-10,000 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുൻപ് കുരങ്ങനെ പോലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിച്ചിരുന്നവരാണ്, മാളങ്ങളിൽ ജീവിച്ചിരുന്നവരാണ്. കണ്ണാടി ഇല്ലാത്ത ഒരു കാലത്ത് ഈ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? മറ്റുള്ളവരെ മാത്രമേ കാണാൻ കഴിയൂ, സ്വയം കാണാൻ കഴിയില്ല. വലിയ കുളത്തിൻ്റെ കരയിൽ പോയി നിന്ന് സൗന്ദര്യം ആസ്വദിച്ച സുന്ദരിമാരുടെ, ക്ലിയോപാട്രമാരുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം അന്ന് കണ്ണാടി ഇല്ലായിരുന്നു. കണ്ണാടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം കാണാനാവില്ല. വാസ്തവത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളെ കാണാനല്ല, മറ്റുള്ളവരെ കാണാനും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യാനുമാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന, സ്വന്തം ജീവിതം കുറച്ച് മാത്രം ആസ്വദിക്കാൻ ശ്രമിക്കുന്ന പ്രകാശ ഗോപുരങ്ങളായി നിങ്ങൾ ഓരോരുത്തരും വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ പാരൻസിനും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്, ഈ സ്കൂളിനും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊക്കെ നന്മയുണ്ടാവട്ടെ, ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.